ലോകസമാധാനം എങ്ങനെയുണ്ടാകും, പശ്ചിമേഷ്യൻ സംഘർഷത്തിന് എങ്ങനെ പരിഹാരമെന്നതാണ് ആദ്യ നാളുകളിലെ പോർവിളിക്കപ്പുറം അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളിലേക്കും വെല്ലുവിളികളുടെയും വലിയ കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇതിനകം തന്നെ ഇറാനിൽ മാത്രം 700-ലധികം പേർ മരിച്ചു, 900-ലധികം പേർക്ക് പരിക്കേറ്റു, 147 കുട്ടികൾ, പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചത്. ഒരു സ്കൂളിലേക്കാണ് മിസൈലിൻ്റെ ആക്രമണം, ബോംബാക്രമണം ഉണ്ടായി, കൂട്ടക്കുരുതി അവിടെ നടന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ട്. പൂർണ്ണമല്ല ഈ ചിത്രം, ഇനിയും വ്യക്തമായ ചിത്രങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. പല രാജ്യങ്ങളിലേക്കും സമാധാന ശ്രമങ്ങൾക്കൊന്നും സാധ്യമല്ലാത്ത അവസ്ഥയാണ്. പലപ്പോഴും ലോകാരോഗ്യ സംഘടനയും മറ്റ് സംഘടനകളുമൊക്കെ ശേഖരിക്കുന്ന ചില കണക്കുകൾ മാത്രമാണ് പുറത്തു വരുന്നത്. തീരുന്നില്ല. ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും വളരെ വലുതാണ് എന്നതാണ് സാഹചര്യം. അതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. തങ്ങളുടെ 6 സൈനികർ മരിച്ചു എന്ന കാര്യം അമേരിക്ക സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കാരണം തങ്ങൾക്കും നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം അവരും പറയുകയാണ്. F-15 ഇതുവരെ അത് തകർക്കപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായി F-15 എന്ന അമേരിക്കയുടെ വജ്രായുധം, അവരുടെ യുദ്ധരംഗത്ത് അവരുടെ ഏറ്റവും കുന്തമുനയാവുന്ന F-15 വിമാനങ്ങൾ തകർക്കപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഈ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ എല്ലായിടങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇറാൻ തങ്ങളുടെ പ്രഹരശേഷി പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഇറാനെതിരായ യുദ്ധം തീർന്നിട്ടില്ലെന്ന പ്രഖ്യാപനം ഒരേ സമയം ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപ് നടത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ലോക സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പാർവതി സത്യദേവൻ, പാർവതി, നാശനഷ്ടത്തിൻ്റെ കണക്കെടുത്താൽ ഞെട്ടിക്കുന്ന കണക്കാണ്. പലപ്പോഴും പലയിടങ്ങളിലെയും കാഴ്ചകൾ അത് അങ്ങേറ്റം കണ്ണീരണിയിക്കുന്നതാണ്. കൊച്ചുകുട്ടികളുടെ മരണക്കണക്കുകളൊക്കെ പുറത്തു വരികയാണ്. എത്ര കണ്ട് വലിയ നാശനഷ്ടമാണ് ലോകരാജ്യങ്ങളിൽ ഈ യുദ്ധമുണ്ടാക്കുന്നത്? സജിത്ത്, പശ്ചിമേഷ്യയ്ക്കൊപ്പം ലോകവും ആശങ്കയിലാണ്. ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 700-ലധികം പേരാണ്. ഇതിൽ 176 കുട്ടികൾ ഉൾപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയടക്കം ഇക്കാര്യത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. 900 പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. അമേരിക്കയിലെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്കാണിത്. തിങ്കളാഴ്ച വരെ ഇന്നലെ മാത്രം 96 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഈ മനുഷ്യാവകാശ സംഘടനയുടെ കണക്ക്. അതേസമയം ശക്തമായ ആക്രമണമാണ് ഇരു വിഭാഗവും നടത്തുന്നത്. ആക്രമണവും പ്രത്യാക്രമണവും രൂക്ഷമാണ്. ലെബനനിൽ ശക്തമായ ബോംബാക്രമണം ഉണ്ടായി. ഇസ്രായേൽ ലെബനനിൽ ആക്രമണം കടുപ്പിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഹെസബല്ലയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആക്രമണങ്ങൾ കൂടുതലും നടന്നത്. ലെബനനിലെ 59 ഇടങ്ങളിൽ നിന്ന് മാറാൻ ഇസ്രായേൽ അടിയന്തര മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ തുറസായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകൾക്ക്, ആയുധ ഡിപ്പോകൾക്കും നേരെ ആക്രമണം തുടങ്ങിയതായി IDF അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ലെബനനിൽ ആക്രമണം ശക്തമാക്കുന്നുവെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. തെക്കൻ ലെബനനിൽ ടയർ നഗരത്തിൽ കൂറ്റൻ കെട്ടിടം തകർത്തിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളും വൈറലാണ്. ഇറാനിലെയും ലെബനനിലെയും മരണസംഖ്യയും ഉയരുന്നുണ്ട്. ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിനു നേരെയും ആക്രമണമുണ്ടായി. പുലർച്ചെ ലെബനനിൽ നിന്നുള്ള 2 ഡ്രോണുകൾ ഇസ്രായേൽ വെടിവെച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഹോർമുസ് കടലിടുക്ക് അടച്ചതാണ് അടുത്തൊരു വലിയ പ്രതിസന്ധി. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടുകൂടി കപ്പലുകൾക്ക് കടക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കത്തിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിൽ ജലപാത നിശ്ചലമായതോടുകൂടെ 100 കണക്കിന് ടാങ്കറുകളാണ് കെട്ടിക്കിടക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഇത് വലിയ ആശങ്കയോടെ നോക്കിക്കാണുന്ന സംഭവം കൂടിയാണ്. നിരവധി ആശങ്കകളുണ്ട്, അതിന് കാരണവുമുണ്ട്. എണ്ണവില കുതിച്ചുയരുന്നതാണ് ഒരു കാരണം. വിതരണ ശൃംഖലകൾ താളം തെറ്റുകയും രാജ്യാന്തര വ്യാപാരം നിലയ്ക്കുകയും ചെയ്യും. ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് 150-ലേറെ ടാങ്കറുകളെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം ഇതിനോടൊപ്പം എണ്ണവിലയും കുതിച്ചുയരുന്നതാണ് ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നത്. വെള്ളിയാഴ്ച ബാരലിന് $73 വില. എന്നാൽ ഇന്നലെ അത് $79 വിലയെത്തി. ഇത് $200 വരെ എത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹോർമുസിലെ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ എണ്ണവിലയും എത്രത്തോളം ഉയരുന്നു എന്നത് ഇക്കാര്യം സൂചിപ്പിക്കുന്നു. ഒരു തുള്ളി എണ്ണ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നാണ് IRGC അഡ്വൈസർ സർദാർ ജബാരി പറഞ്ഞത്. ലോകത്തിലെ എണ്ണ ഉപഭോഗത്തിന്റെ 1/5 കടന്നുപോകുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം എത്രത്തോളം രൂക്ഷമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒപ്പം അമേരിക്ക 12 പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇതുവരെ 10 പേരാണ് കൊല്ലപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗിക കണക്ക്. ഇതിൽ 6 പേര് അമേരിക്കൻ സൈനികർ കൂടിയാണ്.
കഴിഞ്ഞ ദിവസം F-15 വിമാനം, അമേരിക്കയുടെ F-15 വിമാനം ചരിത്രത്തിൽ ആദ്യമായി തകർത്തു. ഇത് മറ്റ് 2 വിമാനങ്ങൾ കൂടി തകർത്തുവെന്നാണ് റിപ്പോർട്ട്. ഇതോടെ 3 F-15 വിമാനങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദി അറേബ്യയിലെ റിയാദിലെ അമേരിക്കൻ എംബസിയിലും ഡ്രോൺ ആക്രമണമുണ്ടായി. ഇന്ന് പുലർച്ചെയാണ് അമേരിക്കൻ എംബസിയിൽ ആക്രമണമുണ്ടായത്. ഇത് സൗദി പ്രതിരോധ വകുപ്പ് തന്നെ സ്ഥിരീകരിച്ചത്. ആക്രമണ സമയം എംബസിയിൽ ആളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതെ അത് മാറി. റിയാദിലേക്ക് എത്തിയത് 8 ഡ്രോണുകളാണ്. അൽഖർജ് ലക്ഷ്യമാക്കിയാണ് ഈ ഡ്രോണുകൾ എത്തിയതെന്നും എല്ലാ ഡ്രോണുകളും തടുത്തെന്നും സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. തുടർന്ന് ഇവിടങ്ങളിലെ അമേരിക്കക്കാരോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജിദ്ദ, റിയാദ്, ദഹ്റാൻ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നാണ് അമേരിക്ക അവരുടെ പൗരന്മാരോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരിമിതപ്പെടുത്തണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസിയിൽ അഭയം തേടരുതെന്നും എംബസി യാത്ര ഒഴിവാക്കണമെന്നും അമേരിക്ക പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിയാദിലെ US എംബസിയിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന് ശക്തമായ മറുപടി ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. ഇത് ആണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ റിയാദിലെ ആക്രമണത്തിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ്. ഖത്തറിലും വ്യാപക ആക്രമണമാണ് ഉണ്ടായത്. ഇറാൻ ആക്രമണം ഭൂരിഭാഗവും പ്രതിരോധിച്ചെന്നാണ് ഖത്തറിന്റെ അവകാശവാദം. 3 ക്രൂയിസ് മിസൈലുകളും 101 ബാലിസ്റ്റിക് മിസൈലുകളിൽ 98 എണ്ണവും 39 ഡ്രോണുകളിൽ 24 എണ്ണവും പ്രതിരോധിക്കാൻ കഴിഞ്ഞുവെന്നാണ് ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. 2 Su-24 യുദ്ധവിമാനങ്ങളും ഖത്തർ വെടിവെച്ച് വീഴ്ത്തിയതായും അവർ അറിയിച്ചു. ഒമാൻ തീരത്ത് 5 നോട്ടിക്കൽ മൈൽ അകലെ ഓയിൽ ടാങ്കറിന് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. ബഹ്റൈനിലെ US എംബസിയും എയർബേയും ആക്രമിച്ചെന്ന് IRGC വ്യക്തമാക്കി. ഇതിനോട് ഔദ്യോഗികമായി ബഹ്റൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 20 ഡ്രോണും 3 മിസൈലും US എംബസിയെ ലക്ഷ്യമിട്ട് അയച്ചെന്നാണ് ഇറാന്റെ അവകാശവാദം. 70 മിസൈൽ ബഹ്റൈൻ വെടിവെച്ചിട്ടു. 76 ഡ്രോണുകൾ പ്രതിരോധിച്ചു. ബഹ്റൈനിൽ തുടർച്ചയായി സൈറൺ മുടങ്ങുകയാണ്. പുലർച്ചെ മുതൽ തന്നെ പൊതുജനങ്ങൾ ഷെൽട്ടറുകളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. US നാവിക ശക്തി കേന്ദ്രം കൂടിയാണ് ഇവിടം. 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം കൂടിയാണ് ബഹ്റൈൻ. അതുകൊണ്ട് എത്രത്തോളം തന്ത്രപ്രധാനമായ മേഖലയാണിതെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അവിടെയുള്ള പൗരന്മാർ സുരക്ഷിതരായിരിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം കുവൈറ്റിൽ ഇതുവരെ 178 മിസൈലുകളും 384 ഡ്രോണുകളും തകർത്തു. കുവൈറ്റ് സൈന്യത്തിലെ 27 പേർക്ക് പരിക്കുപറ്റി. പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 182-ൽ 169 മിസൈലുകൾ ഇറാൻ പ്രതിരോധിച്ചു. 645 ഡ്രോണുകൾ UAE ലക്ഷ്യമാക്കി എത്തിയെന്നാണ് റിപ്പോർട്ട്. 44 ഡ്രോൺ വിവിധയിടങ്ങളിലായി പതിച്ചെന്നും പ്രതിരോധ മന്ത്രാലയം പറയുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ 2 ഡാറ്റാ സെന്ററുകൾ മേഖലയിലെ ഡ്രോൺ ആക്രമണങ്ങളിൽ നേരിട്ട് തകർത്തതായും റിപ്പോർട്ടുണ്ട്. ഇറാഖിലെ എർബിൽ ഹോട്ടലുകളിലും ആക്രമണം നടന്നു. ഇവിടെ അമേരിക്കൻ സൈനികർ താമസിച്ചിരുന്ന ഹോട്ടലായിരുന്നു ഇറാൻ അതിർത്തിയിലുള്ള ഈ എർബിൽ ഹോട്ടൽ. ആക്രമണത്തിൽ ഹോട്ടൽ കത്തി നശിച്ചിട്ടുണ്ട്. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന സംഘടന ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ദുബായിലെ ഓസ്ട്രേലിയൻ സേനയുടെ എയർബേസിലും ഡ്രോൺ പതിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആർക്കും പരിക്കുണ്ടായിട്ടില്ല. ഏകദേശം 100 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. സൈനികർ സുരക്ഷിതരാണെന്ന് ഓസ്ട്രേലിയ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ പാശ്ചാത്യ സൈനിക കേന്ദ്രങ്ങൾ UAE എയർബേസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ 100ഓളം ഓസ്ട്രേലിയൻ പൗരന്മാരുമുണ്ട്. പരമാവധി പ്രഹരശേഷി ഉപയോഗിക്കുകയാണ് ഇരു വിഭാഗവും. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം അവശ്യസാധനങ്ങളുടെ വിലയും കൂടും. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ ആരാംകോ റിഫൈനറി തകർത്തിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. വ്യോമ പ്രതിരോധത്തിനിടെ മിസൈലിന്റെ ഒരു അവശിഷ്ടം പതിച്ചാണ് അവിടെ തീപിടുത്തമുണ്ടായതെന്നാണ് ഇറാന്റെ വാദം. ദുബായിലെ അമേരിക്കൻ സേനയെ ലക്ഷ്യമിട്ട് ഡ്രോണുകളും മിസൈലും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ അരിഫ്ജാൻ ബേസിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായും IRGC അവകാശപ്പെട്ടു. യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന 18 വിമാനങ്ങൾ കൂടി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചതായി വാർത്താ ഏജൻസികൾ പറയുന്നു. ഇത് വരും ദിവസങ്ങളിലും യുദ്ധം അല്ലെങ്കിൽ സംഘർഷം കടുക്കുമെന്നതിന്റെ സൂചന കൂടിയാണ്. യുദ്ധവിമാനങ്ങൾക്കും മറ്റ് സൈനിക വിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യാതെ തന്നെ ഇന്ധനം വിതരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരം വിമാനങ്ങൾ. ഇന്ധനം നിറയ്ക്കുന്ന വിമാനത്തോടൊപ്പം യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നതായി ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ എത്ര യുദ്ധവിമാനങ്ങൾ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ല. അതേസമയം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.